2001 ഒരു ഫ്രഞ്ച് പര്യവേഷണ സംഘം ആഫ്രിക്കൻ രാജ്യമായ ചാഡിൽ ഗവേഷണം നടത്തുകയായിരുന്നു. 1995 ആരംഭിച്ച ആ ഗവേഷണ സംഘത്തിൽ ഏതാണ്ട് 10 രാജ്യങ്ങളിൽ നിന്നായി 60ഓളം ഗവേഷകരുണ്ടായിരുന്നു. ഫ്രാങ്കോ ചാഡിയൻ പാലിയന്ത്രപ്പോളജിക്കൽ മിഷൻ എന്നറിയപ്പെട്ടിരുന്ന ആ ഗവേഷക സംഘത്തിൻ്റെ തലവൻ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന മൈക്കിൾ ബ്രൂണറ്റ് ആയിരുന്നു. അദ്ദേഹം ഗവേഷണത്തിനായി തിരഞ്ഞെടുത്തിരുന്നത് ജുറാബ് മരുഭൂമിയായിരുന്നു. ഈ ജുറാബ് മരുഭൂമി എന്നത് ഗ്രേറ്റർ സഹാറയുടെ ഒരു ഭാഗമാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അദ്ദേഹം 1000-ലധികം ഫോസിലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടെടുക്കപ്പെട്ട ഫോസിലുകളിൽ ഒരെണ്ണം അക്കാലത്ത് ലോകപ്രസിദ്ധി നേടി. ലോകപ്രസിദ്ധി മാത്രമല്ല, പലതരത്തിലുള്ള വിവാദങ്ങൾക്കും ആ ഫോസിൽ വഴിവെച്ചു. മനുഷ്യപരിണാമത്തിൻ്റെ ഒരു വലിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ആഫ്രിക്കയിലെ മറ്റ് ജീവജാലങ്ങളുമായി മനുഷ്യൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഹോമിനെ കുറിച്ചും അത് മനുഷ്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മൈക്കിൾ ബ്രൂണറ്റിന് ലഭിച്ചത് ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്ന ഒരു ഹോമിൻ്റെ തലയോട്ടിയായിരുന്നു. ഇതുപോലൊരു തലയോട്ടി മുമ്പൊരിക്കലും ശാസ്ത്രത്തിൽ ലഭിച്ചിട്ടില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം അതിനൊരു പുതിയ ജനുസിൽപ്പെടുത്തി. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്നതിന് പേരും കൊടുത്തു. ഈ സഹലാന്ത്രോപ്പസിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പൊതുപൂർവികനിൽ നിന്ന് ചിമ്പാൻസിയുടെയും മനുഷ്യൻ്റെയും വംശങ്ങൾ വേർപെടുന്ന കാലഘട്ടത്തായിരുന്നു ഇത് ജീവിച്ചിരുന്നത്. എങ്ങനെയാണ് ഇത് മനസ്സിലായത്? കോസ്മോജീനിക് ന്യൂക്ലിയോടൈഡ് ഡേറ്റിംഗ് എന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രായം കണക്കുകൂട്ടിയെടുത്തു. ഏതാണ്ട് 6.8 മുതൽ 7.2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ ജീവിച്ചിരുന്നത്. അതായത് 68 മുതൽ 72 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് പൊതുപൂർവികനിൽ നിന്ന് ചിമ്പാൻസിയും മനുഷ്യനും വേർപെടുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഒന്നുകിൽ സഹലാന്ത്രോപ്പസ് മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും പൊതുപൂർവികനായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വഴിത്താരയിലെ ഒരു അംഗമായിരിക്കാം, അല്ലെങ്കിൽ ചിമ്പാൻസിയുടെ വഴിത്താരയിലെ ഒരു അംഗമായിരിക്കാം. മനുഷ്യൻ്റെ വംശത്തിലെ എല്ലാ കണ്ണികളെയും ഹോമിനിൻ എന്നും ചിമ്പാൻസിയിലേക്കുള്ള വംശാവലിയിലെ എല്ലാ കണ്ണികളെയും പാനിൻ എന്നും വിളിക്കുമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: സഹലാന്ത്രോപ്പസ് ഒരു ഹോമിനിൻ ആണോ പാനിൻ ആണോ? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചില സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിക്കാം. ഒന്നെന്ന് പറയുന്നത്, മനുഷ്യനിൽ മാത്രം കാണപ്പെടുന്ന ചില പ്രത്യേക തരത്തിലുള്ള ട്രെയ്റ്റുകൾ ഈ തലയോട്ടിയിലുണ്ടോ എന്ന് നോക്കലാണ്. അങ്ങനെയുള്ള ട്രെയ്റ്റുകൾ ഉണ്ടെങ്കിൽ അവയെ ഡിറൈവ്ഡ് ട്രെയ്റ്റുകൾ എന്ന് വിളിക്കും. അതല്ല, ആൾക്കുരങ്ങുകളിലുമൊക്കെ ആ ട്രെയ്റ്റുകളെ കാണാൻ കഴിയുമെങ്കിൽ അവയെ പ്രിമിറ്റീവ് ട്രെയ്റ്റുകളെന്ന് വിളിക്കും. ഈ തലയോട്ടി പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇതിന് 2 തരത്തിലുള്ള ട്രെയ്റ്റുകളും ഉണ്ടായിരുന്നു. പ്രിമിറ്റീവ് ട്രെയ്റ്റുകളും ഉണ്ടായിരുന്നു, ഡിറൈവ്ഡ് ട്രെയ്റ്റുകളും ഉണ്ടായിരുന്നു. ധാരാളം പ്രിമിറ്റീവ് ട്രെയ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട 3 പ്രിമിറ്റീവ് ട്രെയ്റ്റുകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഒന്നാമത്തേത്, മറ്റ് ആൾക്കുരങ്ങുകളെപ്പോലെ വളരെ ചെറിയ മസ്തിഷ്കമായിരുന്നു സഹലാന്ത്രോപ്പസിനുണ്ടായിരുന്നത്. ഏതാണ്ട് 320 മുതൽ 380 സെൻറ്റിമീറ്റർ ക്യൂബ് മാത്രം വ്യാസം വരുന്ന ഒരു വളരെ ചെറിയ മസ്തിഷ്കമായിരുന്നു സഹലാന്ത്രോപ്പസിനുണ്ടായിരുന്നത്. രണ്ടാമത്തേത്, തിക്കർ സൂപ്രാ ഓർബിറ്റൽ ടോറസ് എന്നുള്ളതാണ്. അതായത് വളരെ കട്ടി കൂടിയ പിരികമായിരുന്നു സഹലാന്ത്രോപ്പസിനുണ്ടായിരുന്നത്. മൂന്നാമത്തേത്, മറ്റ് ആൾക്കുരങ്ങുകളെപ്പോലെ മുകൾ ഭാഗം ഉരുണ്ടിട്ടുള്ള അണപ്പല്ലുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇനി ഡിറൈവ്ഡ് ട്രെയ്റ്റിൻ്റെ കാര്യമെടുത്താലും ധാരാളം ഡിറൈവ്ഡ് ട്രെയ്റ്റുകൾ കാണാമായിരുന്നു. എങ്കിലും പ്രധാനപ്പെട്ട 5 ഡിറൈവ്ഡ് ട്രെയ്റ്റുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് റെഡ്യൂസ്ഡ് സബ്നേസൽ പ്രോഗ്നാത്തിസമാണ്. എന്താണത്? മറ്റ് ആൾക്കുരങ്ങുകളെ അപേക്ഷിച്ച് മുന്നിലേക്ക് അധികം തള്ളിയിട്ടില്ലാത്ത മുഖമായിരുന്നു സഹലാന്ത്രോപ്പസിനുണ്ടായിരുന്നത്. രണ്ടാമത്തേത്, ഡയസ്റ്റീമയില്ലാത്ത ദംഷ്ട്രകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതായത് ഒരാൾക്കുരങ്ങുകളുടെ പല്ലിലേക്ക് നോക്കിയാൽ നമുക്ക് ദംഷ്ട്രയ്ക്കും മുൻനിരയിലെ പല്ലുകൾക്കും ഇടയിൽ ഒരു വിടവ് കാണാൻ കഴിയും. ഇതിനെയാണ് ഡയസ്റ്റീമ എന്ന് വിളിക്കുന്നത്. ആൾക്കുരങ്ങുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് രൂപം പ്രാപിച്ചു വരുന്ന സമയത്ത് ഡയസ്റ്റീമ അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഡയസ്റ്റീമ ഇല്ലാത്ത ദംഷ്ട്രകളായിരുന്നു സഹലാന്ത്രോപ്പസിനുണ്ടായിരുന്നത്. മൂന്നാമത്തേത്, ദംഷ്ട്രകൾ ചെറുതും അതിൻ്റെ അഗ്രഭാഗം തേഞ്ഞു പോയതും ആയിരുന്നു എന്നുള്ളതാണ്. നാലാമത്തേത്, വളരെ കട്ടിയുള്ള ഇനാമലുകളായിരുന്നു സഹലാന്ത്രോപ്പസിന് ഉണ്ടായിരുന്നത്. ചിമ്പാൻസിയേക്കാൾ കട്ടിയുള്ള ഇനാമലുകളും പക്ഷേ ആസ്ട്രോലോപിത്തിക്കസിൻ്റെ അത്ര കട്ടിയില്ലാത്ത ഇനാമലുകളുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അഞ്ചാമത്തേതായിരുന്നു ഒരുപാട് വിവാദങ്ങൾക്ക് വഴിതെളിച്ച ട്രെയ്റ്റ്, അഥവാ ഫൊറാമൻ മാഗ്നത്തിൻ്റെ സ്ഥാനം. നമുക്കറിയാം, ഒരു തലയോട്ടിയെടുത്ത് അതിൻ്റെ കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു ദ്വാരമുണ്ടാവും. ഈ ദ്വാരത്തിനെയാണ് ഫൊറാമൻ മാഗ്നം എന്ന് വിളിക്കുന്നത്.
മസ്തിഷ്കത്തിനകത്തേക്ക് സുഷുമ്ന നാഡികൾ കടന്നു പോകുന്നത് ഈ ഫൊറാമൻ മാഗ്നത്തിലൂടെയാണ്. ഈ ഫൊറാമൻ മാഗ്നത്തിൻ്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവി ഇരുകാലിൽ നടക്കുന്ന ജീവിയാണോ എന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് ഫൊറാമൻ മാഗ്നത്തിൻ്റെ സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഒരു തലയോട്ടിയുടെ കീഴ്ഭാഗത്തിൽ ഫൊറാമൻ മാഗ്നത്തിൻ്റെ സ്ഥാനം മധ്യഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് ഇരുകാലിൽ നടക്കുന്ന ഒരു ജീവിയാണെന്ന് നമുക്കതിൽ നിന്ന് അനുമാനിക്കാം. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇനി ഈ 4 കാലിൽ നടക്കുന്ന ജീവികളെ എടുത്താൽ, അതായത് നായ, പശു, കുതിര, ഇവയ്ക്കൊക്കെ ഏതാണ്ട് തലയോട്ടിയുടെ ഏറ്റവും അഗ്രഭാഗത്തായിരിക്കും ഫൊറാമൻ മാഗ്നം കാണുന്നത്. സഹലാന്ത്രോപ്പസിൻ്റെ ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത് ഏതാണ്ട് മധ്യഭാഗത്തിനടുത്തോ അല്ലെങ്കിൽ മധ്യഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ വ്യതിചലിച്ചിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു ഫൊറാമൻ മാഗ്നം കണ്ടിരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യനെ പോലെ ഇരുകാലിൽ നടക്കാൻ കഴിയുമായിരുന്ന ഒരു ജീവി ആയിരുന്നിരിക്കാം സഹലാന്ത്രോപ്പസ് എന്നുള്ളതാണ്. മൈക്കിൾ ബ്രൂണറ്റ് കണ്ടെടുത്ത സഹലാന്ത്രോപ്പസിൻ്റെ അസ്ഥികൂടത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് പോസ്റ്റ് ക്രേനിയൽ സ്കെലട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് തലയോട്ടി അല്ലാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള അസ്ഥികൂടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാലിലെ ഏതാണ്ട് 1-2 അസ്ഥികൾ പൊട്ടിയ അവസ്ഥയിൽ ലഭിച്ചിരുന്നു ഇതിനോടൊപ്പം. ഇതല്ലാതെ മറ്റ് അസ്ഥികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ചെറിയ പൊട്ടിയ രീതിയിലുള്ള ആ അസ്ഥികൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് സഹലാന്ത്രോപ്പസിന് ഇരുകാലിൽ നടക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സഹലാന്ത്രോപ്പസിന് ഇരുകാലിൽ നടക്കാൻ കഴിയില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞരുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഹലാന്ത്രോപ്പസ് ഇരുകാലിൽ സഞ്ചരിച്ചിരുന്ന ഒരു ജീവിയാണോ എന്നുള്ള കാര്യത്തിൽ ശാസ്ത്രലോകത്ത് പോലും ഒരു വേർതിരിവ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും സഹലാന്ത്രോപ്പസ് ഉൾപ്പെടുന്ന സ്പീഷീസിലെ മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ കാലിൻ്റെ അസ്ഥി കിട്ടുന്നതോടുകൂടി ഈ വിവാദങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിക്കും എന്നുള്ളതാണ്. എവിടെയായിരുന്നു സഹലാന്ത്രോപ്പസ് ജീവിച്ചിരുന്നത്? സഹലാന്ത്രോപ്പസ് ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു എന്നറിയാമെങ്കിൽ മനുഷ്യരുടെ പൂർവികർ ജീവിച്ചിരുന്ന ഭൂപ്രദേശത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പറഞ്ഞിരുന്നല്ലോ, സഹലാന്ത്രോപ്പസിനെ ലഭിച്ചത് ചാഡിലെ ജുറാബ് മരുഭൂമിയിലെ ടോറസ് മെനല എന്നൊരു സ്ഥലത്ത് നിന്നാണ്. ടോറസ് മെനല ഹൃദയം തകർന്ന, പച്ചപ്പില്ലാത്ത, കണ്ണെത്താത്ത ദൂരത്തോളം മണൽപ്പരപ്പുകളുള്ള അജ്ഞാതമായ വിജനമായ ലോകത്തിൻ്റെ ഒരു കോണിലാണ്. ഇതുപോലൊരു കോണിൽ നിന്നാണോ മനുഷ്യരുടെ പൂർവികർ പരിണമിച്ചു തുടങ്ങിയത്? സഹലാന്ത്രോപ്പസ് ജീവിച്ചിരുന്നത് പുൽമേടുകളുണ്ടായിരുന്ന, ശുദ്ധജല തടാകങ്ങളുണ്ടായിരുന്ന, ചതുപ്പ് നിലങ്ങളുണ്ടായിരുന്ന, ചെറിയ വൃക്ഷങ്ങളുള്ള സാവന്നകളുണ്ടായിരുന്ന, വനങ്ങളുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് നിന്നായിരുന്നു എന്നാണ് മൈക്കിൾ ബ്രൂണറ്റ് തൻ്റെ പ്രബന്ധത്തിൽ അവകാശപ്പെടുന്നത്. ഇന്ന് ബോട്സ്വാനയിൽ കാണപ്പെടുന്ന ഒക്കവാങ്കോ ഡെൽറ്റയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തായിരുന്നു സഹലാന്ത്രോപ്പസ് ജീവിച്ചിരുന്നത് എന്നാണ് മൈക്കിൾ ബ്രൂണറ്റ് പറയുന്നത്. ഈ ഒക്കവാങ്കോ ഡെൽറ്റ എന്നത് ഇന്ന് ആഫ്രിക്കയിലെ തന്നെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു സഹലാന്ത്രോപ്പസ് അധിവസിച്ചിരുന്നത് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൈക്കിൾ ബ്രൂണറ്റ് അവകാശപ്പെടുന്നത്? മറ്റൊന്നുമല്ല, ഫോസിൽ തെളിവുകൾ തന്നെ. പറഞ്ഞിരുന്നല്ലോ, ഇദ്ദേഹം 1000-ലധികം ഫോസിലുകൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജുറാബ് മരുഭൂമി എന്നുള്ളത് ഒരു മരുഭൂമി ആയിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ ഒക്കവാങ്കോ ഡെൽറ്റ പോലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇദ്ദേഹം കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫോസിലുകൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഏതാണ്ട് 10 ടാക്സയിലെങ്കിലും വരുന്ന ശുദ്ധജല മത്സ്യങ്ങളുടെ ഫോസിലുകൾ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഹൈഡ്രോസൈനസ് അഥവാ ടൈഗർ ഫിഷ് എന്നറിയപ്പെടുന്ന പ്രഡേറ്ററി മത്സ്യങ്ങളുടെ ഫോസിലുകൾ അദ്ദേഹം ധാരാളം കണ്ടെടുത്തിട്ടുണ്ട്. ഈ വക മത്സ്യങ്ങൾ ആകട്ടെ ഒരുപാട് ഓക്സിജനുകൾ ആവശ്യമുള്ള, ഒരുപാട് താഴ്ചയുള്ള ജലാശയങ്ങളിൽ താമസിക്കുന്ന മത്സ്യങ്ങളാണ്. ഈ കണ്ടെടുത്ത പല ഫോസിലുകളുടെയും ഏതാണ്ട് നീളമെന്ന് പറയുന്നത് 1 മീറ്ററിലധികമാണ്. അപ്പോൾ അത്രയും വലിയ മത്സ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ജലാശയങ്ങൾ ആ ടോറസ് മെനലയിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പോളിപ്റ്റെറസ് എന്നറിയപ്പെടുന്ന അധികം ഓക്സിജനൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലും ജീവിക്കാൻ പറ്റുന്ന മത്സ്യങ്ങളുടെയും ഫോസിലുകൾ ലഭിച്ചിരുന്നു. പിന്നെ ജിംനാർക്കസ് എന്നറിയപ്പെടുന്ന ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മത്സ്യങ്ങളുടെ ഫോസിലുകളും അവിടെ നിന്ന് ലഭിച്ചിരുന്നു. പിന്നെ മത്സ്യങ്ങളെ ആഹരിച്ച് ജീവിക്കുന്ന യൂത്തോകോഡോൺ എന്നറിയപ്പെടുന്ന മുതലകളുടെയും
ഒരു ഗ്യാവിയലിൻ്റെ തന്നെ പുതിയ സ്പീഷീസിൻ്റെയും ഫോസിൽ അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതുകൂടാതെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന സസ്തനികളായിട്ടുള്ള ആന്ത്രോക്കോത്തറിഡ്സ്, അതായത് ഇന്നത്തെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കുടുംബത്തിൽ വരുന്ന എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയിട്ടുള്ള ജീവജാലങ്ങളും ഹിപ്പോപ്പൊട്ടാമസുകളും അതുപോലെ തന്നെ നീർനായകളുടെ ഫോസിലും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഹെർബിവോറസ് ആയിട്ടുള്ള ജിറാഫിൻ്റെ കുടുംബത്തിൽ വരുന്ന ശിവാത്തറിക്കത്തിൻ്റെയും ആനയുടെ അഥവാ പ്രൊബിസിഡിയൻസിൻ്റെ കുടുംബത്തിൽ വരുന്ന അനാൻകസ് കെന്യാൻസിസ് എന്ന ജീവിയുടെയും ഫോസിലുകൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഗാലറി വനങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന കൊളോബസ് കുരങ്ങന്മാരുടെയും പുൽമേടുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ബോവിഡുകളുടെയും ഒക്കെ അസ്ഥികൂടങ്ങൾ അദ്ദേഹം ധാരാളം അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് സഹലാന്ത്രോപ്പസ് ജീവിച്ചിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ശുദ്ധജല തടാകങ്ങളും ചതുപ്പ് നിലങ്ങളും പുൽമേടുകളും ചെറിയ വൃക്ഷങ്ങളുള്ള സാവന്നകളും അതുപോലെ തന്നെ ഗാലറി വനങ്ങളുമൊക്കെയുള്ള ഒരു ഇടമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഭൂപ്രദേശത്തായിരുന്നു മനുഷ്യരുടെ പൂർവികർ ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ഭൂപ്രദേശത്ത് നിന്ന് മറ്റൊരു ഭൂപ്രദേശത്തിലേക്ക് കടന്ന മനുഷ്യൻ അങ്ങനെ തൻ്റെ പരിണാമ ചരിത്രത്തിൽ ഓരോ സ്ഥലങ്ങളിലൂടെയും കടന്ന് ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ ആദ്യമായി നടന്നു തുടങ്ങിയ ഹോമിനെ കുറിച്ചും ആ ഹോമിനിൻ മനുഷ്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.